ഷാലോം ടെലിവിഷൻ പ്രസൻസ് മ്യൂസിക്കൽ ടെലിഡ്രാമ ബ്ലസ്ഡ് കോൺവിക്റ്റ്. നല്ല കള്ളൻ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകൾ മറിക്കുമ്പോൾ ക്രൂശിതനോടൊത്ത് നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു മനോഹര ചിത്രമുണ്ട്. സ്വർഗം കവർന്ന ഒരു കള്ളൻ. കാൽവരിയിൽ ഉയർത്തപ്പെട്ട 3 കുരിശുകളിൽ ക്രൂശിതനോടൊപ്പം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട മറ്റൊരു കുരിശ്, അത് നല്ല കള്ളൻ്റേതായിരുന്നു. തകർക്കപ്പെട്ടപ്പോഴും തകർത്തവനെ തകർക്കാതെ തകർന്നവരെ യഹോവയുടെ അനന്ത സ്നേഹത്തിലേക്ക് അടുപ്പിച്ച നല്ല കള്ളൻ. മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നു ചേർന്ന് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ടെലിഡ്രാമ നല്ല കള്ളൻ. നല്ല കള്ളനും ഒരു കുടുംബമുണ്ടായിരുന്നു. ഏയ് സഹോദരാ, ഒന്ന് നിൽക്കാമോ? എന്താണ്? എന്തു വേണം? ഞാൻ ഏറെ ദൂരെ നിന്നുമാണ്. ജെറുസലേമിലേക്കുള്ള ഒരു തീർത്ഥാടകൻ. പേര് ബെഞ്ചമിൻ. അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് നസ്രത്തെന്ന് ഞാൻ അറിഞ്ഞു. ഇതാ വഴികൾ 2ആയി പിരിയുന്നു. നസ്രത്തിലേക്കുള്ള വഴി ഏതാണാവോ? ഇതാ ഇതു തന്നെ വഴി. ഞാനും നസ്രത്തുകാരൻ തന്നെ. പേര് സഹാക്ക്. മേച്ചിൽ പുറങ്ങളിൽ നിന്നും എൻ്റെ ആടുകളെ തിരികെ കൊണ്ടുവരാൻ മക്കൾ അവിടേക്ക് പോയിരിക്കുകയാ. ഞാൻ അവരെ തിരക്കി ഇറങ്ങിയതാ. ഇതാ നാം അങ്ങെത്തിക്കഴിഞ്ഞു. വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ വരാം. അല്ല, ദൂരെ നിന്നുമാണെന്നാണല്ലോ പറഞ്ഞത്. ഇത്ര ദുർഘടമായ വഴിയിലൂടെ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? മൊട്ടക്കുന്നുകളും പച്ച പുൽമേടുകളും അരുവികളും കൊണ്ട് അലങ്കൃതമായി പ്രകൃതി രമണീയമായ ഈ ഗ്രാമം വിദേശികളായ ഞങ്ങളെപ്പോലുള്ള തീർത്ഥാടകർക്ക് എന്നും ഹരമാണ്. അതെ അതെ, അങ്ങനെ തന്നെ ബെഞ്ചമിൻ. എങ്കിലും നിങ്ങൾക്കറിയാത്ത മറ്റൊരു മുഖം കൂടി ഈ ഗ്രാമത്തിനുണ്ട്. ഈ ഗ്രാമത്തിന്റെ സമൃദ്ധിക്കും മനോഹാരിതയ്ക്കും ഒരപവാദമാണ് ഞങ്ങളെ പോലുള്ളവരുടെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ദുരവസ്ഥ. നല്ലൊരു പറ്റം ഗ്രാമീണരും പട്ടിണി കോലങ്ങളാണ്. യോവേ, അനുഗ്രഹിക്കപ്പെട്ട ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു? എന്താണിങ്ങനെ? സമ്പത്തും ദാരിദ്ര്യവും
നന്മയും തിന്മയും തമ്മിലുള്ള വലിയ അന്തരമാണിത്. സമ്പന്നരുടെയും അധികാര സ്വാധീനമുള്ളവരുടെയും ചതിക്കും വഞ്ചനയ്ക്കും ഇരയായി ജീവിച്ച് ജീവിതം ഹോമിക്കപ്പെട്ട ഒത്തിരി നിസ്സഹായരായ നല്ല മനുഷ്യരുടെ അവസ്ഥയാണിത്. അനീതിയും ദാരിദ്ര്യവും. യഹോവേ, എന്റെ യഹോവേ, ഞാൻ എന്താ ചെയ്യുക? ബെഞ്ചമിൻ ഈയിടെ സംഭവിച്ച ഒരു മഹാദുരന്തത്തിന് ഈ ഗ്രാമം ഇന്ന് സാക്ഷിയാവുകയാണ്. നിസ്സഹായതയോടെ ഒരു കുടുംബത്തിന്റെ കഥന കഥ, ഒരു നല്ല മനുഷ്യന്റെ പതനത്തിന്റെ ദുരിത കഥ. പറയൂ സഹോദര, വിരോധമില്ലെങ്കിൽ എന്നോട് പറയൂ, എന്താണ് ആ കഥ? പറയാം, സാവധാനം പറയാം. സംഭവ ബഹുലമായ ബെഞ്ചമിൻ, ആ കഥ ഞാൻ നിങ്ങളോട് പറയാം. നസ്രത്തിലെ ധനാട്ടിരിൽ പ്രമുഖനായിരുന്നു ആദാൻ. പാലസ്തീനായിലെ തന്നെ തോൽക്കച്ചവടക്കാരിൽ പ്രധാനി, വലിയ ദൈവഭയമുള്ളവൻ. അയാളുടെ മഹാമനസ്കത കൊണ്ട് മാത്രം അയാളേവർക്കും പ്രിയങ്കരനായി. ദരിദ്രരോടുള്ള അനുകമ്പ ഒന്നു മാത്രം അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധേയനാക്കി, വ്യത്യസ്തനാക്കി. നൈർമല്യത്തിന്റെ പരിശുദ്ധി കളിയാടിയിരുന്ന വിശ്വസ്തയായ ഒരു ഭാര്യയും മാടപ്രാവിന്റെ നിഷ്കളങ്കതയും വിശുദ്ധിയുമുള്ള 6 മക്കളും ആദാന്റെ ജീവിതത്തെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ സന്തോഷവും സമാധാനവും ആഹ്ലാദവും കളിയാടിയിരുന്ന സ്വർഗതുല്യമായിരുന്ന ഒരു ഭവനം. ആഹ്ലാദാരവങ്ങൾക്ക് ഇരട്ടി മധുരം തരുന്ന ഒരു ദിനമുണ്ടായി. ഓഹോ, അതെന്താണാവോ? പറയാം ബെഞ്ചമിൻ, പറയാം. നീ അത് കേൾക്കൂ. അന്ന് ആദാന്റെ വിവാഹ വാർഷികമായിരുന്നു. മക്കൾ ഏറ്റവും ആർഭാടപൂർവം ആഘോഷിക്കുന്നതിനുള്ള തത്രപ്പാടിലുമായിരുന്നു. ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരുമെല്ലാം ഈ ആഹ്ലാദത്തിൽ പങ്കുചേരാൻ അവിടെ എത്തിയിരുന്നു. കൂടെ ഈ ഞാനും. ചേട്ടാ, ഇത് എവിടെ പോയിരിക്കുക? ഒന്നിങ്ങ് വന്നേ. നീ ഒന്ന് ഒച്ച വെക്കാതിരിക്കടാ. ചേട്ടായി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് മതിയോ എന്നൊന്ന് നോക്കിക്കേ. ആഹാ, നന്നായിരിക്കുന്നു. മിടുക്കന്മാർ, മിടുമിടുക്കന്മാർ. റൂബൻ ചേട്ടാ, അപ്പോൾ ഡാൻസ് വേണ്ടേ? എന്റെ കൂട്ടുകാരെ എല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടേ മോളെ, പെട്ടെന്ന് ചെന്ന് എല്ലാവരും റെഡിയാക്ക്. ഒരു കാര്യമുണ്ട്. ആ, എന്താണ് പോലും? അതെ, ചെവിയിലേ പറയുള്ളൂ. എങ്കിലെന്റെ മോള് വാ. ആ ശരി, നമുക്കിനി ആരംഭിക്കാം.
തിരുനാൾ സുദിനം, ദാമ്പത്യ സൗഭാഗ്യ സായൂജ്യ ദിനം. വന്നല്ലോ വന്നല്ലോ തിരുനാൾ സുദിനം, ദാമ്പത്യ സൗഭാഗ്യ സായൂജ്യ ദിനം. ഒന്നല്ല രണ്ടുമല്ലൊരായിരം പൂക്കൾ ഒന്നൊന്നായി കോർത്തൊരുക്കി മാല ചാർത്തിടാം. കുറയാതൊരായിരം നാൾ കുറവെന്നെ ജീവിപ്പാനായി കരുണാമയനെ നീ കൃപയേകൂ. കുറയാതൊരായിരം നാൾ കുറവെന്നെ ജീവിപ്പാനായി കരുണാമയനെ നീ കൃപയേകൂ. വന്നല്ലോ വന്നല്ലോ തിരുനാൾ സുദിനം, ദാമ്പത്യ സൗഭാഗ്യ സായൂജ്യ ദിനം. ഘോഷമായി തിമിർക്കണം, നമ്മളിന്ന് പാടണം പാടിയാക്കണം. താരകണ്ണു ചിമ്മണം, പൂവ് പുഞ്ചിരിക്കണം, പൂങ്കുയിൽ പാടണം പാടിയാക്കണം. തേനും പൂവണ്ടും ശലഭങ്ങളും ചേലോടെ കൺചിമ്മും പൂന്തിങ്കളും മോദമായി വിവട്ടെ പൊൻദിനത്തിൽ. വന്നല്ലോ വന്നല്ലോ തിരുനാൾ സുദിനം, ദാമ്പത്യ സൗഭാഗ്യ സായൂജ്യ ദിനം. ോടണം പൂവയിൽ കൊള്ളണം, പൂവിതൾ പെറുക്കണം പാടിയാടണം. തുമ്പി തുയിരു തുള്ളണം, തപ്പു തകിരു പൊട്ടണം, നർത്തനങ്ങളാടണം പാടിയാടണം. കളിയോടമൊഴുക്കുന്ന കൂട്ടുകാരും വിരവോടി നണയുന്ന വീട്ടുകാരും മോദമായി നിവട്ടെ പൊൻദിനത്തിൽ. വന്നല്ലോ വന്നല്ലോ തിരുനാൾ സുദിനം, ദാമ്പത്യ സൗഭാഗ്യ സായൂജ്യ ദിനം. വന്നല്ലോ വന്നല്ലോ തിരുനാൾ സുദിനം, ദാമ്പത്യ സൗഭാഗ്യ സായൂജ്യ ദിനം. ഒന്നല്ല രണ്ടുമല്ലൊരായിരം പൂക്കൾ ഒന്നൊന്നായി കോർത്തൊരുക്കി മാല ചാർത്തിടാം. കുറയാതൊരായിരം നാൾ കുറവെന്നെ ജീവിപ്പാനായി കരുണാമയനെ നീ കൃപയേകൂ. കുറയാതൊരായിരം നാൾ കുറവെന്നെ ജീവിപ്പാനായി കരുണാമയനെ നീ കൃപയേകൂ. വന്നല്ലോ വന്നല്ലോ തിരുനാൾ സുദിനം, ദാമ്പത്യ സൗഭാഗ്യ സായൂജ്യ ദിനം. ഇത്രയും ആഹ്ലാദഭരിതമായി സമാധാനത്തോടെ സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിലേക്ക് കഷ്ടകാലം ഒരശനിപാതം പോലെ കടന്നു വന്നു. വിധി ആ സാത്വികനോട് ക്രൂരത കാട്ടി. ദൈവനിശ്ചയമെന്നല്ലാതെ എന്ത് പറയാൻ ബെഞ്ചമിൻ? പങ്ക് കച്ചവടക്കാരനായിരുന്ന ലേവി ചമച്ചെടുത്ത കള്ളക്കണക്കിന്റെ കഥ വിശ്വസിച്ച യഹൂദ ന്യായാസനം റോമൻ ഗവർണറെ സ്വാധീനിച്ച് അന്യായമായി ന്യായവിധിക്ക് വിധേയനാക്കി.
നിങ്ങളാണോ പരാതിക്കാർ? പരാതികൾ കേൾക്കട്ടെ. ഇയാൾ കച്ചവടത്തിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കുകയും തൊഴിലാളികൾക്ക് ന്യായമായ വേതനം നൽകാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അന്യായമായി മറ്റുള്ളവരുടെ സ്വത്ത് കയ്യേറുകയും ചെയ്തിരിക്കുന്നു. ആരാണ് പരാതിക്കാരൻ? പ്രതിയുടെ കൂട്ടുവ്യാപാരിയും സത്യസന്ധനും ഏവർക്കും ആരാധ്യനുമായ ലേവിയാണ് ഇക്കാര്യം ന്യായാസനത്തെ ബോധിപ്പിച്ചത്. പരാതിക്കാരൻ അദ്ദേഹം തന്നെയാണ്. സാക്ഷികളെ ഹാജരാക്കുവേൻ. ഇവർ സാക്ഷികളും അനുഭവസ്ഥരുമാണ് പ്രഭു. എന്താണ് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാനുള്ളത്? കുറ്റവാളിയായി പിടിക്കപ്പെട്ട് അങ്ങയുടെ മുന്നിൽ നിർത്തിയിരിക്കുന്ന ഈ കശ്മലന്റെ ഒരു തൊഴിലാളിയാണ് ഞാൻ. ഞങ്ങൾക്ക് ന്യായമായ വേതനം നൽകുന്നില്ല. ന്യായമായത് ആവശ്യപ്പെട്ടാൽ തന്നെ ഉടൻ തന്നെ ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കുകയുമാണ് ഇയാളുടെ പതിവ്. ബഹുമാന്യനായ ലേവിയുടെ അധീനതയിൽ ജോലി നോക്കുകയാണ് ഞാൻ. തുകൽ വ്യാപാരത്തിൽ ലാഭവിഹിതം പങ്കിടുമ്പോൾ ആധാൻ കള്ളക്കണക്കുണ്ടാക്കി വാക്കുതർക്കം ഉണ്ടാക്കുകയും ഇദ്ദേഹത്തെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പല ആവർത്തി കണ്ടിട്ടുള്ളവനായി ഞാൻ. പ്രതിക്കെതിരായി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായി എന്തെങ്കിലും ഉണർത്തിക്കുവാനുണ്ടോ? ഈ പറഞ്ഞതത്രയും തീർത്തും കള്ളമാണെന്നും ഞാൻ നിരപരാധിയാണെന്നും മാത്രമേ എനിക്ക് താഴ്മയോടെ കോടതിയെ ബോധിപ്പിക്കുവാനുള്ളൂ. സത്യവും ന്യായവും ആദാന്റെ ഭാഗത്തായിരുന്നിട്ടും നീതിപീഠം ലേവിയുടെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് അന്യായമായി ആദാന്റെ മേൽ വിധി പ്രസ്താവിച്ചു. വാദപ്രതിവാദങ്ങൾ കേട്ട് ബോധ്യപ്പെട്ട ഈ കോടതി നീചനായ ഈ മനുഷ്യനെ നിത്യമായി കാരാഗൃഹത്തിലടയ്ക്കാൻ വിധി പ്രസ്താവിക്കുന്നു. തടവ് ശിക്ഷ അനുഭവിക്കാൻ വിസമ്മതിക്കുന്ന പക്ഷം പ്രതി 1000 സ്വർണ്ണ നാണയങ്ങൾ പിഴ അടയ്ക്കേണ്ടതാകുന്നു. അരുത്, അരുത് നീതിപീഠമേ, അരുത്. ഞാൻ പിഴ അടച്ചുകൊള്ളാം. എന്നെ കാരാഗൃഹത്തിൽ അടയ്ക്കരുതേ. എനിക്കൊരാഴ്ച സമയം തരണം. ശരി, നിനക്കൊരാഴ്ച അനുവദിച്ചിരിക്കുന്നു. ബെഞ്ചമിൻ, അങ്ങനെ കടലിനും പിശാചിനും ഇടയിൽ പെട്ടുപോയ സ്ഥിതിയിലായി നമ്മുടെ ആധാൻ. ഒരാഴ്ചത്തെ അലച്ചിലിൽ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പിഴയടയ്ക്കാനുള്ള പണം സ്വരുക്കൂട്ടി. യഹോവേ, ഞങ്ങൾക്ക് എന്തേ അങ്ങ് ഈ തിരിച്ചടി നൽകി? എന്റെ പ്രിയനെ, നാം ഇനി എന്താണ് ചെയ്യുക? എന്റെ റാഹേൽ, എല്ലാം വിറ്റുപെറുക്കി. ഇതാ ഞാൻ തുക കൂട്ടി നോക്കിയിട്ട് 900 നാണയങ്ങളുണ്ട്. പിഴ അടയ്ക്കുവാൻ ഇനിയും 100 നാണയങ്ങൾ കൂടി വേണം. നമ്മുടെ പൊന്നോമനകൾ മാത്രമാണ് നമുക്ക് സ്വന്തമെന്ന് പറയാനുള്ളൂ. പിന്നെ ഈ വീടും. സാരമില്ല, നമുക്ക് അധ്വാനിച്ചാൽ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും. യഹോവ നമ്മെ കൈവിടുകയില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷികളെയും സമൃദ്ധമായ ജലവും തന്ന് നമ്മുടെ പൂർവികരെ നയിച്ച യഹോവ
നമ്മയും കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ആ ലേവി ഇത്രമാത്രം ദുഷ്ടതയോടെ നമ്മോട് പെരുമാറിയല്ലോ. കൂടെ നിന്ന് നമ്മെ അനുഭവിച്ചറിഞ്ഞ് വഴിയാധാരമാക്കി. സാരമില്ല റാഹേൽ, യഹോവ അവനെ താങ്ങട്ടെ. നാം അവനെ ശപിക്കേണ്ട, അനുഗ്രഹിക്കാം. കാരണം പ്രതികാരം ദൈവത്തിൻ്റെതാണ്. അവിടുന്ന് തൻ്റെ സ്വീകാര്യമായ സമയത്ത് നമുക്ക് നീതി നടത്തിത്തരും. ഹോ, നാം ഇനി 100 നാണയത്തിനായി എന്ത് ചെയ്യും? ആരാണത്? ആരോ കടന്നു വരുന്നുണ്ടല്ലോ. എന്താണ് ലേവി ഈ വൈകിയ വേളയിൽ? ന്യായാസനത്തെങ്കിൽ പിഴയൊടുക്കേണ്ട തുക ഇനിയും സമാഹരിക്കാൻ നിനക്കായിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആട്ടെ, ഞാൻ ആ കുറവ് പരിഹരിച്ചു തന്നാലോ? കഠിന തടവിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ. ലേവി, നീ പറയുന്നത് സത്യമാണോ? ഇനിയും എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? വിശ്വസിക്കാം, പരിപൂർണമായി വിശ്വസിക്കാം. ഒന്നുമല്ലെങ്കിലും നാം പങ്ക് കച്ചവടക്കാരായിരുന്നില്ലേ? 100 നാണയമല്ലേ കുറവുള്ളത്? അത് ഞാൻ തരാം. ചെറിയൊരു വ്യവസ്ഥ മാത്രം. പണം നിനക്ക് തിരികെ തരുവാൻ കഴിയുന്നതുവരെ നീ നിന്റെ ഭവനം എനിക്ക് പണയപ്പെടുത്തി തരണം. നന്ദി ലേവി, നന്ദി. ഞാൻ പണയപ്പെടുത്തി എൻ്റെ വീട് തരാം. അധികകാലം കഴിയുന്നതിന് മുമ്പ് ഞാൻ പണം തിരികെ തരികയും ചെയ്യാം. പണം ഇപ്പോൾ തന്നെ തരിക. എനിക്ക് ന്യായാസനത്തിൽ പിഴയെടുക്കണം. റാഹേൽ, നമ്മുടെ വീടിന്റെ പ്രമാണങ്ങൾ കൊണ്ടുവരൂ. ലേവി, നമുക്കിനിയും സുഹൃത്തുക്കളും പങ്കുകാരുമായി തുടരാം. തക്ക സമയത്ത് നീ സഹായവുമായി എത്തിയിരുന്നില്ലെങ്കിൽ, ഓ യഹോവേ, എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ലേവി നമ്മെ ചതിക്കുമോ? ഏയ്, ഒരിക്കലുമില്ല. അവൻ എന്റെ കളിക്കൂട്ടുകാരനല്ലേ. നീ ഇങ്ങനെ വിഷമിക്കാതെ നീ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്ക്. ചെല്ല്, വേഗം ചെല്ല്. അങ്ങനെ ആദാൻ വീണ്ടും ലേവി വിരിച്ച വലയിൽ വീണു. പിഴയടയ്ക്കാനുള്ള പണം സ്വരുക്കൂട്ടുന്നതിൻ്റെ തത്രപ്പാടിൽ ആദാന് സ്വഭവനം നഷ്ടപ്പെടുകയായിരുന്നു. ബെഞ്ചമിൻ, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, ലേവി തക്ക സമയത്ത് നമ്മെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ റാഹേൽ, നിന്റെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ എന്താകുമായിരുന്നു? അങ്ങ് കാരാഗ്രഹത്തിലായിരിക്കുകയും ഞാൻ 6 കുഞ്ഞുങ്ങളെ പോറ്റുകയും ചെയ്യേണ്ട ദുരവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. എല്ലാം യഹോവയുടെ നിഗൂഢ വഴികൾ തന്നെ. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാം. കുഞ്ഞുങ്ങൾ പ്രായമായി വരികയാണ്. റൂബനെയും ഞാനിനി വ്യാപാരത്തിൽ കൂട്ടാം. അവൻ കുറച്ചുകൂടി പ്രായോഗിക പരിജ്ഞാനമുള്ളവനാകണം. ലേവി വീണ്ടും വ്യാപാരത്തിൽ പണമിറക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. യഹോവ തുണയ്ക്കും. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വസന്തം തളിരിടും. കാരണം നാം അവിടുത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ലല്ലോ. അല്ല ലേവിയോ, താങ്കൾ എന്താണ് ഈ സമയത്ത്? ഏത് സമയത്തും ഈ ഭവനത്തിൽ കടന്നു വരുവാൻ യോഗ്യതയും അവകാശവും ഉള്ളവൻ ഞാനാണെന്ന് എനിക്ക് തോന്നിയതിനാൽ ഞാനിവിടെ വന്നു. ഈ വീടും ഇന്ന് എനിക്ക് സ്വന്തം. ലേവി,
എന്താണത്? എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാൻ തക്കവിധം പറയാം. ഒന്നുകിൽ ഞാൻ നിനക്ക് തന്നിട്ടുള്ള 100 നാണയങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് തിരികെ തരണം, അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ നീയും ഭാര്യയും മക്കളും ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. ലേവി, എന്താണിത്? എന്നോട് എന്തിന് നീ ചതി ചെയ്തു? നിനക്കെങ്ങനെ എന്നോട് ഇത്ര ക്രൂരനാകാൻ കഴിയും? ഞങ്ങളിനി എവിടെ കഴിയും എന്റെ യഹോവേ? അതെനിക്കറിയില്ല. ഈ ഭവനത്തിൽ മേലിൽ നിനക്കൊരവകാശവുമില്ല. നീ എന്നെ ഇനിയും പഠിച്ചില്ല. ലേവിക്ക് രണ്ടാമതൊരു വാക്കില്ല. ഒന്നുകിൽ നിനക്ക് തടവറ, അല്ലെങ്കിൽ എനിക്ക് വീട് സ്വന്തം. ഒരിക്കൽ കൂടി ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിന്നെ ഞാൻ നിർത്തും. എടാ ദുഷ്ട, യഹോവ നിന്നെ നീതീകരിക്കട്ടെ. അവൻ എനിക്കും നിനക്കുമിടയിൽ നീതി നടത്തട്ടെ. നീ എനിക്ക് തന്ന 100 നാണയമാണ് എന്റെ വീടിന്റെ വിലയെങ്കിൽ എടുത്തോളൂ, എടുത്തോളൂ. നിന്റെ അത്യാർത്ഥി നിന്നെ വിഴുങ്ങട്ടെ. ഞാനും റാഹേലും എന്റെ മക്കളും പെരുവഴിയിലേക്ക് ഇറങ്ങും. എങ്കിലും യഹോവ ഞങ്ങളെ താങ്ങുമെടാ. നിന്നോട് അവിടുന്ന് പ്രതികാരം ചെയ്യും. ഞാനും കുടുംബവും ഇറങ്ങിത്തരാം. നിന്റെ ചെയ്തികൾ നിനക്ക് നാശകാരണമാകാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കും. അപ്പച്ച, മ്യൂസിക്കൽ ടെലിഡ്രാമ ബ്ലസ്ഡ് കോൺവെന്റ്. നല്ല കള്ളൻ. അങ്ങനെ ഒരിക്കൽ കൂടി ലേവി വിജയിച്ചു. വഞ്ചന നിറഞ്ഞ ചതിക്കുഴിയിൽ ആദാനെ വീഴിച്ചു. ആദാൻ അവിടെ നിന്ന് കരകയറുവാൻ യഹോവ അനുവദിച്ചതുമില്ല. വിധി വിധിച്ച ക്രൂരതയ്ക്ക് മുന്നിൽ സർവവും നഷ്ടപ്പെട്ട ആദാനും കുടുംബവും പിന്നീട് വസിച്ചത് വൃത്തിഹീനമായ വൈക്കോൽ മേഞ്ഞ ചെറ്റക്കുടിലാണ്. വിധിയുടെ ക്രൂരമായ വിളയാട്ടമെന്നല്ലാതെ എന്തു പറയാൻ? ഇത്രയെല്ലാമായിട്ടും ആദാനെല്ലാം ക്ഷമയോടെ സഹിച്ചു. പിച്ചതെണ്ടി കുടുംബം പോറ്റേണ്ടി വന്ന ഗതികെട്ട നിസ്സഹായൻ. മുന്തിരിത്തോപ്പിലും വയലയിലകളിലും വിളവെടുപ്പ് നടന്നിട്ടും ആദാൻ, ഈ പാവം ആദാൻ, ഓ യഹോവേ, എന്തിനീ സഹനം? കാലാപെറുക്കി മക്കൾക്ക് കൊടുക്കാൻ പോലും കഴിയാത്ത വിധം നീ എന്നെ ദരിദ്രനാക്കി. എത്ര പേരുടെ മുമ്പിൽ കൈനീട്ടി. ഓ, ഞാനൊരു അഭിശപ്തനായിരിക്കുന്നു. യഹോവേ, എന്റെ യഹോവേ, ഞങ്ങളെ കൈവിടരുതേ. അപ്പച്ച, അപ്പച്ച, എന്താ ഇത്? ഇന്നും വെറും കൈയോടെയാണോ വന്നിരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ആഹാരം കൊടുത്തിട്ട്
ദിവസങ്ങൾ എത്രയായി? ഇന്നും ഒരു ജോലിയും ലഭിച്ചില്ല റാഫേൽ. തിരികെ വരുമ്പോൾ ആ ഷെയറിന്റെ മുന്തിരിത്തോപ്പിൽ നിന്നും കാലാ പെറുകിയതാ ഈ ഏതാനും പഴങ്ങൾ. മക്കൾക്ക് ഇത് കൊടുക്കൂ. അപ്പച്ച, ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്താകാനാ? ഈ വിശപ്പ് ഇനിയും സഹിക്കാനാവില്ല. ദിവസങ്ങളായില്ലേ ഞങ്ങൾ വയറ് നിറയെ അപ്പം തിന്നിട്ട്. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഗോതമ്പിന്റെയോ ചോളത്തിന്റെയോ തവിടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അപ്പച്ച, എനിക്കിത് സഹിക്കാൻ വയ്യ. നാളെ മുതൽ ഞാനും വരികയാ അപ്പച്ചന്റെ കൂടെ. എന്തു പണിയായാലും നമുക്ക് അന്വേഷിക്കാം. മോനെ റൂബൻ, എന്റെ പൊന്നു മോനെ, എന്റെ മക്കൾ കരയരുത്. അപ്പച്ചൻ മക്കൾക്ക് അപ്പം തരാം. എന്റെ യഹോവേ, എന്റെ മക്കൾ പട്ടിണിയാകുന്നത് എനിക്ക് ഇനിയും കാണുവാൻ വയ്യ യഹോവേ. വിശക്കുന്നു, അല്ലലേതുമറിയാതിവരെ പോറ്റിയിടാൻ. എൻ്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു, അല്ലലേതുമറിയാതിവരെ പോറ്റിയിടാൻ. കഴിയുന്നില്ലല്ലോ എൻ താതാ യഹോവേ, തുണയായി നീ മാത്രം യഹോവേ. അന്നന്നുള്ളൊരാഹാരം നീ തരണം, അന്നന്നുള്ളൊരാഹാരം നീ തരണം. എൻ്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു, എൻ്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു. കരയുന്ന കാക്കയ്ക്കു ഭക്ഷ്യവും നീ നൽകുന്നു, വയലേലകളിൽ റോസയ്ക്കു ഭംഗിയും നീയേകുന്നു. താതാ യഹോവേ, താതാ യഹോവേ, എൻ്റെ മക്കൾക്കാഹാരം നീ തരണം, പശിയകറ്റി ഇവരെ നീ പാലിക്കണം. എൻ്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു, എൻ്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു.
ഹരിതവനത്തിൽ കുഞ്ഞാടുകളെ നീ എന്നും പോറ്റുന്നു. തെളിനീരൊഴുകും തടിനിയിലേക്കും നീയവയെ നയിക്കുന്നു. ഹരിതവനത്തിൽ കുഞ്ഞാടുകളെ നീ എന്നും പോറ്റുന്നു. തെളിനീരൊഴുകും തടിനിയിലേക്കും നീയവയെ നയിക്കുന്നു. താതാ യഹോവേ, താതാ യഹോവേ, നിന്റെ മക്കൾക്കാനന്ദം നീ തരണം. മിഴി തുടച്ചിന്നിവരെ നീ ലാളിക്കണം. എന്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു. അല്ലലേതുമറിയാതിവരെ പോറ്റിയിടാൻ. എന്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു. അല്ലലേതുമറിയാതിവരെ പോറ്റിയിടാൻ കഴിയുന്നില്ലല്ലോ എൻ താതാ യഹോവേ. തുണയായി നീ മാത്രം യഹോവേ. അന്നന്നുള്ളൊരാഹാരം നീ തരണം. അന്നന്നുള്ളൊരാഹാരം നീ തരണം. എന്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു. എന്റെ ഉണ്ണി പൈതങ്ങൾക്കു വിശക്കുന്നു. അപ്പച്ചാ, അപ്പച്ചാ, നാം നമ്മുടെ പഴയ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകുമോ അപ്പച്ചാ? അവിടെ എന്ത് രസമായിരുന്നു. എന്തോരം പഴങ്ങളും പാലും വീഞ്ഞും. ഹായ് അപ്പച്ചാ, എനിക്ക് കൊതിയാകുന്നു. എന്റെ മക്കൾ ഉറങ്ങിക്കൊള്ളൂ. അപ്പച്ചൻ ഇപ്പോൾ തന്നെ അപ്പം വാങ്ങാൻ പോവുകയാണ്. ഇനി തിരികെ വരുമ്പോൾ വയർ നിറയെ അപ്പം തരും കേട്ടോ. മക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ട് അങ്ങ് എവിടെ നിന്നാണ് അപ്പം കൊണ്ടുവരിക? എനിക്കറിയില്ല മോളെ. യഹോവ നമ്മെ കൈവിടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. കരയുന്ന പക്ഷിക്കും വയലിലെ റോസയ്ക്കും ഭക്ഷണവും ഭംഗിയും അവിടുന്ന് നൽകുന്നു. അവിടുന്ന് നമ്മെയും പരിപാലിക്കും. ഞാനും പ്രത്യാശയോടെ അവിടുത്തെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. എങ്കിലും നാം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലോ? റാഹേൽ, ഞാനൊരു കാര്യം നിന്നോട് പറയാൻ മറന്നു. ഞാനിന്ന് ലേവിയെ കണ്ടിരുന്നു. എന്നിട്ട്? കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ടൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒന്നിനെ അടിമയായി കൊടുത്താൽ 2 ചാക്ക് ധാന്യം തരാമെന്ന്. അത് വേണ്ട, ഓ അത് വേണ്ട. നീച്ച പാപിയാണവൻ, ദുഷ്ടൻ. ഒരപ്പനോട് സ്വന്തം മക്കളെ വിലക്ക് ചോദിക്കുവാൻ ആ നികൃഷ്ടന്റെ നാവ് പൊങ്ങിയിരിക്കുന്നു. ഓ, മരിക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്തുകയില്ല റാഹേൽ. യഹോവ അതിനിടവരുത്തുമോ? അതെ, അങ്ങനെ അയാൾ പറഞ്ഞെങ്കിൽ മക്കളെ നഷ്ടപ്പെടാതെ നമുക്ക് ധാന്യം ലഭിക്കുന്നത് നല്ല കാര്യമല്ലേ? റാഹേൽ, നീ എന്താണ് പറഞ്ഞു വരുന്നത്? ധാന്യം ലഭിച്ചാൽ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറുമല്ലോ. അടിമയായി ഞാൻ പോയിക്കൊള്ളാം. മോളെ, നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ വിറ്റ് കിട്ടുന്ന ധാന്യം കൊണ്ട് പട്ടിണി മാറ്റണ്ട. അതിലും ഭേദം നാം ഒരുമിച്ച് പട്ടിണി കിടന്ന് മരിക്കുകയാണ്. യഹോവ അങ്ങനെ നിരച്ചെങ്കിൽ അങ്ങ് തന്നെ പറയൂ. എനിക്ക് സമാശ്വാസത്തിന്റെ ഒരു ഉത്തരം തരൂ. എങ്ങനെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് തീർക്കും? അപ്പ
അമ്മയെ വിൽക്കണ്ടപ്പ. അമ്മയ്ക്ക് പകരമായി ഞാൻ അടിമയാകാം. അയാൾ മക്കളിൽ ഒന്നിനെയല്ലേ ചോദിച്ചത്? എന്റെ മോനെ. അപ്പ, അമ്മേ, എൻ്റെ കുഞ്ഞു സഹോദരങ്ങളുടെ വിശപ്പ് മാറുമെങ്കിൽ ഞാൻ അടിമപ്പണിയും ചെയ്യാം. മോനെ, അത് വേണ്ട മോനെ, വേണ്ട. ഇല്ല, എന്റെ മക്കളെ ഞാൻ പോറ്റും. മരണത്തോളം അനുഗ്രഹമായി അവർ എന്നോടൊപ്പം വേണം. വിശപ്പിനെ നേരിടാൻ എനിക്കറിയാം. ഞാനത് ചെയ്യും. അതെ, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ആദാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. തന്റെ മക്കളോടുള്ള സ്നേഹത്താൽ ആദാൻ അത് ചെയ്തു. ലേവിയുടെ ധാന്യപ്പുര കവർച്ച ചെയ്തു. റാഹേൽ, റാഹേൽ, മക്കളെ, മക്കളെ ഓടുക. കൊണ്ടുപോയി പെട്ടെന്ന് ഭക്ഷണമുണ്ടാക്കും. അന്ന് മക്കൾ സന്തുഷ്ടരായി വയറ് നിറയെ ആഹാരം കഴിച്ചുറങ്ങി. പക്ഷേ പുലർകാലത്തു തന്നെ വലിയൊരു വിപത്ത് കൂടി ആ കുടുംബത്തെ തുറിച്ചു നോക്കി. അന്നെന്താണ് സംഭവിച്ചത്? പറയാം ബെഞ്ചമിൻ. അന്ന് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതേ. എന്റെ മക്കളെ, മക്കളുടെ വിശപ്പടക്കാൻ ധാന്യം കവർച്ച ചെയ്ത ആദാനെ യഹൂദ ന്യായാസനം കഠിന തടവിന് ശിക്ഷിച്ചു. നൊന്തുനീറുന്ന ഹൃദയത്തോടെ ആത്മവ്യഥയോടെ ആദാൻ തന്റെ ദിവസങ്ങളും എണ്ണിക്കഴിഞ്ഞു. ഇന്നയാൾ നിസ്സംഗനും ശാന്തനുമാണ്. സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുനീറി ആത്മം സ്ഫുടം ചെയ്യപ്പെട്ട വ്യക്തി. പശ്ചാത്താപവിവശനായ ശാന്തനായ തടവുകാരൻ. സാധുഹൃദയനായ ആ പരമസാത്വികന് തടവറയിൽ സഹതടവുകാരനായി സുഹൃത്തായി ലോപ്പസുമുണ്ടായിരുന്നു. ഗതികെട്ടുപോകും. നീതിയില്ലാത്ത ന്യായപീഠം നശിച്ച് വെണ്ണീറാകും. ഈ നരകയാതനയ്ക്ക് വിധിച്ചവൻ നിത്യാഗ്നിയിൽ വെന്ത് നീറും. നാട് നശിക്കട്ടെ. സകലതും ശപിക്കപ്പെട്ട് നാശമടയുന്നത് കണ്ട് മരിച്ചാൽ മതിയായിരുന്നു എനിക്ക്. നീ ആരെയാണ് ശപിക്കുന്നത്? ലോപ്പസ്, നാം അർഹിക്കുന്നത് നമുക്ക് ലഭിച്ചു എന്ന് കരുതി ആശ്വസിക്കടോ.
എത്ര നീച പാപിക്കും ഈ നാരകീയ അനുഭവം കൊടുക്കരുതേ എന്ന് യഹോവയോട് പ്രാർത്ഥിക്കേ. എന്നെ കൽത്തുറങ്കിലടച്ച് നീതിപീഠത്തെ ഞാൻ വെറുക്കുന്നു. നീ ഒന്ന് അടങ്ങ് ലോപ്പസ്, ക്ഷമിക്കടാ. ജീവിതയാത്രയിൽ കഷ്ടതകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ വരാനിരിക്കുന്ന രാജ്യത്ത് നിത്യസമ്മാനവും കിരീടവും ഉറപ്പാക്കും. നിത്യസമ്മാനം, നിത്യജീവൻ. വിഡ്ഢിത്തം പറയാതിരിക്കടോ. കഴുകാൻ കണ്ണുകളോടെ മരണം തുറച്ചു നോക്കുന്ന നമുക്ക് നിത്യസമ്മാനമോ? നീ എന്ത് അസംബന്ധമാണ് ഈ പുലുമെന്ന് അതാൻ? ഞാൻ പറഞ്ഞത് പിതാക്കന്മാർ നേടിയെടുത്ത നിത്യസമ്മാനത്തെക്കുറിച്ചാണ്. അബ്രാഹവും യാക്കോബും ഇസഹാക്കും ജോസഫുമെല്ലാം വിശ്വാസത്താൽ നേടിയ നിത്യസമ്മാനം. രാജാക്കന്മാരും പ്രവാചകന്മാരും കവർന്നെടുത്ത നിത്യസമ്മാനം. ചോളയ്ക്ക് നടുവിലും സിംഹക്കുഴിയിലും നമ്മുടെ പൂർവികർ നേടിയെടുത്ത നിത്യമഹത്വം. ലോപ്പസ്, നിനക്കിത് മനസ്സിലാവില്ല. യഹോവേ, ഓ എന്റെ യഹോവേ, ഈ മരണവിപത്തിലും ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. എനിക്ക് അങ്ങയുടെ പരദീസായിൽ ഇടം വേണം യഹോവേ. ഒരു യഹോവ ഇപ്പോൾ നിന്നെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകും. എടാ, നിന്നോട് സംസാരിക്കാൻ ഞാൻ ആളല്ല. എന്താടാ ഇവിടെ ഒരു സംസാരം? കിടന്നില്ലടാ ഇതുവരെ? എന്താടാ അഹങ്കാരി? അനുസരിക്കാൻ മടിയാണല്ലേ നിന്നെ ഞാൻ? എന്താണ് നീ കാണിക്കുന്നത്? അങ്ങനെ ചെയ്യരുത്. വിടാനാണ് ഞാൻ പറഞ്ഞത്. എന്ത് പാതകമാണ് നീ കാണിച്ചത്? നമുക്ക് രക്ഷപ്പെടാൻ സമയമാണ്. നീ വേഗം വാ. ഇടാ, നമുക്ക് രക്ഷപ്പെടാം. രക്ഷപ്പെടാന്നാ പറയുന്നത്. നീ എന്റെ കൂടെ വന്നിരിക്കണം. നമുക്ക് രക്ഷപ്പെടാം. നീ എന്റെ കൂടെ വരണം. നമുക്ക് രക്ഷപ്പെടാം. കളവ് കേസുകൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരവേ കാവൽക്കാരനെ കൊന്ന് ജയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ലോപ്പസിനെയും ആധാനെയും മരണം വരെ കുരിശിലേറ്റാൻ വിധിക്കുന്നു. ഒരു വേള ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടാൽ കത്തിക്കും ഞാൻ. കൂട്ടത്തോടെ എല്ലാത്തിനെയും ചുട്ടരിക്കും ഞാൻ. ലോപ്പസ്, വിധിക്ക് കീഴടങ്ങേണ്ടവരാണ് നമുക്ക് പൂർവികരുടെ ധീരമായ മാതൃക പിന്തുടരാം. എന്തായാലും നാം മരിക്കണം. എന്തുകൊണ്ട് ധീരമായി സുസ്മേരവദനരായി മരിച്ചുകൂടാ?
ഞാൻ മരിക്കണമോ ആദാൻ? എനിക്ക് എന്റെ ഭാര്യയെയും മക്കളെയും ഇനി കാണാൻ കഴിയില്ലെന്നോ? ഇത് ഭീകരമാണ്, അസഹനീയമാണ് ആദാൻ. ലോപ്പസ്, എന്റെ സ്നേഹിത, നീ എന്താണിങ്ങനെ? ആശ്വസിക്കൂ കൂട്ടുകാരാ, നീ ദൈവത്തിൽ വിശ്വസിക്കൂ. ദൈവമേ എൻ ദൈവമേ എൻ ശക്തിയേ സർവസ്വമേ, ദൈവമേ എൻ ദൈവമേ എൻ ശക്തിയേ സർവസ്വമേ, നയിക്കണേ നിൻ പാതയിൽ ചരിക്കുവാൻ കൃപയേകണേ, നയിക്കണേ നിൻ പാതയിൽ ചരിക്കുവാൻ കൃപയേകണേ. മോചനമെന്നെൻ പ്രതീക്ഷ തച്ചുടച്ചു തകർത്തുവോ, മോഹനമാമെന്റെ സ്വപ്നം പാഴ്മരീചികയാകുമോ, ആഴമാം അഗാധതയിൽ ഏകനായിന്നേഴ ഞാൻ, ആഴമാം അഗാധതയിൽ ഏകനായിന്നേഴ ഞാൻ. ദൈവമേ എൻ ദൈവമേ എൻ ശക്തി നീ സർവസ്വവും, ദൈവമേ എൻ ദൈവമേ എൻ ശക്തി നീ സർവസ്വവും, ദൈവമേ എൻ ദൈവമേ എൻ ശക്തിയേ സർവസ്വമേ. ക്രൂരമാമീ ക്രൂശുകൾ തൻ കരിനിഴൽ ഞാൻ കാണവേ, കാരിരുമ്പിൻ ആണികൾ തൻ അലയൊലി ഞാൻ കേൾക്കവേ, ആത്മനൊമ്പരമേറിയെന്ന് കേണിടും നിന്നേഴ ഞാൻ, ആത്മനൊമ്പരമേറിയെന്ന് കേണിടും നിന്നേഴ ഞാൻ. ദൈവമേ എൻ ദൈവമേ എൻ ശക്തി നീ സർവസ്വവും, ദൈവമേ എൻ ദൈവമേ എൻ ശക്തി നീ സർവസ്വവും, ദൈവമേ എൻ ദൈവമേ എൻ ശക്തിയേ സർവസ്വമേ, ദൈവമേ എൻ ദൈവമേ എൻ ശക്തിയേ സർവസ്വമേ, നയിക്കണേ നിൻ പാതയിൽ ചരിക്കുവാൻ കൃപ
നയിക്കണേ നിൻ പാതയിൽ ചരിക്കുവാൻ കൃപയേകണേ. ദൈവമേ എൻ ദൈവമേ എൻ ശക്തിയേ സർവസ്വമേ. ആദാൻ, നിനക്കറിയില്ലേ, ഒരു ദിനം കൂടിയേ നമുക്കിനി ലോകത്തിൽ ജീവനുള്ളൂ. നാളെ നമ്മെ അവർ കുരിശിലേറ്റ് വധിക്കും. ജീവിച്ച് കൊതി തീർന്നില്ല ആദാൻ. ലോപ്പസ്, സങ്കടപ്പെടാതിരിക്കൂ. തെറ്റ് ചെയ്ത നമുക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടിയതാണെന്നോർത്ത് സമാശ്വസിക്കൂ. ആദാൻ, നമ്മോടൊപ്പം ഒരാൾ കൂടിയുണ്ട് വധിക്കപ്പെടാൻ. എന്നിട്ട് അവനെ തടവറയിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അവന്റെ വിചാരണയും വിധിയും ഇനിയും തീർന്നില്ലേ? അതിലെന്ത് അത്ഭുതമിരിക്കുന്നു? ഇത്രമാത്രം നീതിരഹിതമായ ഒരു ന്യായാസനത്തിന് വിചാരണയും വിധിയുമില്ലാതെ തന്നെ ഒരുവനെ കുരിശിലേറ്റാമല്ലോ. കള്ളപ്പരിശുകൾ. അതിരിക്കട്ടെ, നമ്മോടൊപ്പം വധിക്കപ്പെടേണ്ടവൻ ആരാണെന്ന് നീ അറിഞ്ഞോ? ഒരു നസ്രായൻ തന്നെ. പേര് യേശു എന്നാണത്രേ. ലോപ്പസ്, എന്താ നീ പറഞ്ഞത്? യേശുവും നമ്മോടൊപ്പം വധിക്കപ്പെടുമെന്നു? എന്റെ യഹോവേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ലോപ്പസ്, പാപമൊന്നും ചെയ്യാത്ത ആ നീതിമാനെ കുരിശിൽ തറയ്ക്കുമെങ്കിൽ നമ്മുടെ ശിക്ഷ എത്രയോ നീതിയാണ്. അവൻ എന്ത് തെറ്റ് ചെയ്തുവെന്നാണ് അവർ പറയുന്നത്? എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഈ കാപാലികർക്ക് ഒരുവനെ കുരിശിൽ തറക്കണമെങ്കിൽ തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. കള്ളപ്പരിശകൾ എല്ലാം ശപിക്കപ്പെടണം. നീ ഇങ്ങനെ ശാപവാക്കുകൾ പറയല്ലേ ലോപ്പസ്. നിരപരാധിയാണവൻ യേശു, നീതിമാനാണവൻ. ചുങ്കക്കാരെയും പാപികളെയും, എന്തിന് തെരുവ് വേശ്യകളെ പോലും നിർമ്മലമായി, സത്യസന്ധമായി, ദൈവികമായി സ്നേഹിക്കുന്നവൻ. ഭൂമിയിൽ വേറൊരാളും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കുന്നില്ല, ഇനി സ്നേഹിക്കുകയുമില്ല. ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് നാം അറിയണമെങ്കിൽ ആ നീതിമാനെ ഒരു നോക്ക് കണ്ടാൽ മതി ലോപ്പസ്. യഹോവേ, എനിക്ക് അവനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അതിനെന്താ, കാണാമല്ലോ. നാം ഒരുമിച്ചല്ലേ കുരിശിൽ തറയ്ക്കപ്പെടുക, ഒരുമിച്ചല്ലേ നാം മരിക്കുക. ലോപ്പസ്, നീ കളിയാക്കരുത്. പരിഹാസം നന്നല്ല. ഒരു വിധത്തിൽ നാം ഭാഗ്യമുള്ളവരാണ്. നാം മരിക്കുന്നത് ദൈവപുത്രനോടൊപ്പമാണ്. അവനോട് നമ്മുടെ തെറ്റുകളും കുറവുകളും ഏറ്റുപറഞ്ഞ് മോക്ഷം നേടും. അപ്പോൾ നാം അവനോട് കൂടെ പർദീസയിലായിരിക്കും. അവന്റെ ജീവിതം ഞാൻ കണ്ടറിഞ്ഞ് അനുഭവിച്ചതാണ്. ലോപ്പസ്, അവന് മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ. മരണക്കിടക്കയിൽ നിന്നും ബാലികയെ എഴുന്നേൽപ്പിച്ചതിനും ബഥാനിയായിലെ ലാസറിനെ ഉയർപ്പിച്ചതിനും ഞാൻ ദൃക്സാക്ഷിയാണ്. ഹോ, നിനക്ക് ഭ്രാന്താണ് ആദാൻ, മുഴു ഭ്രാന്ത്. മരിച്ചവരെ ഉയർപ്പിക്കുകയോ? വീട്ടുകാരെ, ഇവിടെ ആരുമില്ലേ?
കളവ് കേസിലും കൊലപാതക കേസിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദാനെ ഇന്ന് കുരിശിലേറ്റി വധിക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അവരെ നശിപ്പിക്കണം. എനിക്ക് ഭയമാകുന്നു. അങ്ങനെ കാൽവരിയിൽ 3 കുരിശുകൾ ഉയർന്നു ബെഞ്ചമിൻ. യേശുവിനെ നടുവിലും ഇടതും വലതുമായി ലോപ്പസിനെയും ആദാനെയും അവർ കുരിശിൽ തറച്ചു. എത്ര ദാരുണമായ അവസ്ഥകളിലൂടെയാണ് അവർ കടന്നുപോയത്. നമ്മുടെ ചങ്ക് പറിക്കുന്നൊരു പ്രാർത്ഥന യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ബെഞ്ചമിൻ. തന്നെ തുപ്പിയ, തന്നെ ആക്രമിച്ച, അടിച്ച, പീഡിപ്പിച്ച, ക്രൂശിച്ച താടകരെ നോക്കി അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ഓ, അത് തികച്ചും വിസ്മയകരം തന്നെ, അത്ഭുതാവഹം തന്നെ. അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരിക്കണം. അവൻ സത്യമായും ദൈവപുത്രൻ തന്നെ. കുരിശിനിരുവശവും ലോപ്പസും ആദാനും മരണവേദന അനുഭവിച്ചു. കടുത്ത വേദനയുടെ നടുവിലും സകലരോടുമുള്ള വെറുപ്പ് ലോപ്പസ് യേശുവിനോടും തീർത്തു. അതെങ്ങനെ? മുഴുവൻ സമയവും അവൻ യേശുവിനെ പുച്ഛിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഓ, നീ ദൈവപുത്രനല്ലേ? കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെ തന്നെ രക്ഷിച്ചുകൂടെ, കൂടെ ഞങ്ങളെയും? വളരെ കഷ്ടം തന്നെ. യേശു മറുത്തൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അവനൊന്നും പറഞ്ഞില്ല ബെഞ്ചമിൻ. മൗനം പാലിച്ചതേയുള്ളൂ. പകരം ആദാന്റെ സ്വരമാണ് അവിടെ ഉയർന്നു കേട്ടത്. അവൻ പറഞ്ഞു, ഓ ലോപ്പസ്, നമ്മൾ അനുഭവിക്കുന്നത് ന്യായമായ ശിക്ഷയാണ്. നമ്മുടെ തെറ്റിനർഹിക്കുന്നതേ നമുക്ക് ലഭിച്ചുള്ളൂ. എന്നാൽ ആ നീതിമാൻ അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ആദാൻ ഒരു നല്ല കള്ളൻ തന്നെയായിരുന്നു അല്ലേ? ഇതൊന്നുമല്ല അത്ഭുതകരമായ കാര്യം. ലോപ്പസിനോട് ഇത്രയും പറഞ്ഞതിനു ശേഷം അവൻ തിരിഞ്ഞ് യേശുവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങ് പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. താങ്കൾക്കറിയാമോ യേശു എന്തു മറുപടി പറഞ്ഞു എന്ന് താങ്കൾക്കറിയാമോ? എന്താണ് അവൻ പറഞ്ഞത്? പേരു ചൊല്ലി ആദാനെ വിളിച്ചു പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടി പറുദീസായിലായിരിക്കുമെന്ന്. ഓ ഭാഗ്യവാൻ, നീതിമാനായ മനുഷ്യൻ. അവസാന നിമിഷം സ്വർഗം പോലും കവർച്ച ചെയ്ത നല്ല കള്ളൻ.
യേശു മരിച്ചെന്നറിഞ്ഞിട്ടും സംശയം തീർക്കാൻ അവർ യേശുവിന്റെ നെഞ്ചിൽ കുന്തം കുത്തിയിറക്കി. ഓ, ആദാന്റെയും ലോപ്പസിന്റെയും കണങ്കാലുകൾ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അടിച്ചൊടിച്ചു. അങ്ങനെ യഹോവയുടെ കാരുണ്യത്തോടെ യേശുനാഥന്റെ സ്നേഹവാത്സല്യങ്ങളോടെ സ്വർഗത്തെ കുറിച്ചുള്ള മോഹന സ്വപ്നങ്ങളുമായി മാലാഖമാരുടെ രാജ്യത്തിലേക്ക് പറന്നുപോയി. നന്മയും തിന്മയും തമ്മിൽ അവസാനം വരെ അണരാടി. ഒടുവിൽ നന്മ തിന്മയുടെ മേൽ വിജയമാഘോഷിച്ചു, അല്ലേ? അതെ അതെ. എത്ര കഷ്ടതകളുടെ നടുവിലും യഹോവയെ തള്ളിപ്പറയാത്ത നീതിമാനായ ആ മനുഷ്യൻ സ്വർഗത്തിലെത്തിയില്ലേ? തിന്മ നിരൂപിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും നരകത്തിലും. ഞാൻ യാത്ര തുടരട്ടെ സഹോദര, താങ്കളോടൊപ്പം തന്നെ. സമയമേറെയായി. നാം എപ്പോഴാണ് ആ പുണ്യഭൂമിയിലെത്തുക? യഹോവ വലിയവനാണ്, യഹോവ വലിയവനാണ്. യഹോവ എന്നെ ശിക്ഷിച്ചു, യഹോവ എന്നെ ശിക്ഷിച്ചു. വരുന്ന ഭ്രാന്തനെ കണ്ടോ? കണ്ടു. അയാൾ ഭ്രാന്തനാണോ? അതെ. ആരാണ് അയാൾ? അയാളുടെ പേര് പറയുമ്പോൾ താങ്കൾ ഞെട്ടരുത്. നമ്മുടെ കഥയിലെ പ്രധാന വ്യക്തിയാണ് അയാൾ, ലേവി. എന്ത്? എത്രയോ കുടുംബങ്ങളെ കള്ളക്കണക്കെഴുതിയും അമിത പലിശ വാങ്ങിയും ചതിച്ച് വഴിയാധാരമാക്കി. എന്താണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? സ്വന്തം കുടുംബത്തോടും അയാൾ ക്രൂരമായി പെരുമാറി. സഹിക്കവയ്യാതെ ഭാര്യ ഇറങ്ങിപ്പോയി. ഏകമകൻ ദാരുണമായി മരിച്ചു. അതോടെ ലേവിയുടെ സമതല തെറ്റി. എല്ലാവരെയും പറ്റിച്ചു, എല്ലാവരെയും പറ്റിച്ചു. ലേവി എല്ലാവരെയും പറ്റിച്ചു. ഇതാ 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 പണം, ഇതാ പണം. നിനക്ക് വേണം പണം, നിനക്ക് വേണം. നിങ്ങൾക്ക് ആർക്കും വേണ്ട, എനിക്ക് വേണ്ട. ലേവി എല്ലാരും പറ്റിച്ചേ, ലേവി എല്ലാരും പറ്റിച്ചേ, ലേവി ദൈവം പറ്റിച്ചേ. സഹജീവികളോട് ദയ കാണിച്ചും സഹായിച്ചും ദൈവഭയത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, വളരെ ശരിയാണ്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. നാം ഒരു തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും അതിൻ്റെ ഫലം വളരെ പേർ അനുഭവിക്കുന്നു. വരൂ, നമുക്ക് പോകാം. കൂട്ടുകാരൻ ഇന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് പോയാൽ മതി. നന്ദി, വളരെ നന്ദി.